ഹലോ. നമ്മൾ വിചാരിക്കും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ, അതായത് എൻ്റെ പ്രശ്നം ബാക്കിയുള്ള ആൾക്കാരുടേതായും കാട്ടിയും ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ബി ഹോണസ്റ്റ്, ഞാൻ എന്ന് മുതൽ ആളുകളെ അറിയാൻ ശ്രമിച്ചു തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ലൈക്ക് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. ഈവൻ ഇൻറ്റൻസിറ്റി മേ ബി ഡിഫറെൻറ്റ്. നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദ ഇൻറ്റൻസിറ്റി വിൽ ബി ഡിഫറെൻറ്റ്. ഈ അടുത്താണ് ഞാൻ ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വെൻ ഐ ഗോട്ട് എ ലൈക്ക് ഓപ്പറേഷൻ ഹാർട്ട് സർജറി, those times I started to realize the people. അപ്പം ഞാൻ എന്തെങ്കിലും ഡൗൺ ആകുമോ, എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഡൗൺ ആകുന്ന സമയത്ത് ഞാൻ ആകെ എൻ്റെ ഫ്രണ്ട്സിനെയോ എൻ്റെ നോൺസിനെയോ വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നുമല്ല എന്നുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്. എൻ്റെ ഫ്രണ്ട് സംസാരിക്കില്ല, ഫ്രണ്ടിൻ്റെ ചേച്ചിയും സംസാരിക്കില്ല. പക്ഷേ അവരുടെ ആ കഴിവുണ്ടല്ലോ, ദൈവം എന്തുകൊണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ ഒരു ശക്തി എന്തുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ ആവാത്ത പക്ഷം ആക്കിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് ആലോചിച്ചിട്ട് കിട്ടുന്ന ഉത്തരം, മേ ബി സംസാരം കൂടി ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ അതിനേം നല്ല അടിപൊളിയായിട്ടുണ്ടാകാം. അപ്പം എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോൾ ഇതാ നോക്കിക്കേ, എൻ്റെ ഡ്രസ്സ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുക. ഹൈ ഞാൻ യൂട്യൂബ് ഈ വീഡിയോ എന്താ ചെയ്യുന്നത്? ചുരിദാറായിരിക്കും. നന്നായിട്ട് ചെയ്യില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ ഓവറായി ചിന്തിച്ച് ബ്ലാ 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 നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആക്കുന്നതിനും കാട്ടിയും എത്രയോ ബെറ്റർ ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ നോക്കാം. ടാറ്റാ.